ദൈവത്തിന് സ്തോത്രം. ഏവർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മാധുര്യ നാമത്തിൽ ഒരിക്കൽ കൂടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 6:31 മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നത് പോലെ അവർക്കും ചെയ്യുവീൻ എന്നാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഈ ദിവസങ്ങളിൽ അനുഗ്രഹത്തിന്റെ പല കാര്യങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കുന്നുണ്ടല്ലോ. അവിടെ വീണ്ടും പറയുന്നത് ശത്രുക്കളെ സ്നേഹിപ്പി, ശപിക്കുന്നവരെ അനുഗ്രഹിപ്പി തുടങ്ങിയ പല കാര്യങ്ങളാണല്ലോ ആ ഭാഗങ്ങളിൽ യേശു കർത്താവ് അരുളി ചെയ്തിരിക്കുന്നത്. നമുക്ക് പലപ്പോഴും അനുഗ്രഹങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് വേണം എന്ന് നാം ചിന്തിക്കുന്നവരാണ്. അല്ലെങ്കിൽ നാം മാത്രം അനുഗ്രഹിക്കപ്പെടണം എന്നുള്ള ഒരു സ്വാർത്ഥ മനോഭാവം മനുഷ്യനിൽ രൂഢമൂലമാണ്. അത് എത്രയായിരുന്നാലും അവനവനെ കുറിച്ചുള്ളതാകുന്ന ഒരു സ്നേഹം മനുഷ്യന് നിശ്ചയമായിട്ടും ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇവിടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് പറഞ്ഞത് മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നത് പോലെ അതേപോലെ തന്നെ അവർക്കും ചെയ്യുക എന്നതാണ് നാം അനുഗ്രഹം പ്രാപിപ്പാനായിട്ടുള്ള മറ്റൊരു വഴിയായിട്ട് ദൈവവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. മത്തായിയുടെ സുവിശേഷം 5:42 നിന്നോട് ചോദിക്കുന്ന ഏവനും കൊടുക്ക എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ മറ്റുള്ളവർക്ക് ചില നല്ല ദാനങ്ങൾ നാം കൊടുക്കുവാൻ മനസ്സുള്ളവരായിരിക്കണം. അതും അനുഗ്രഹത്തിന്റെ മറ്റൊരു പടിയാണ്. എന്നാൽ അവിടെ മറ്റൊരു ചോദ്യമുണ്ട്. ചോദിക്കുന്നവർക്കെല്ലാം നമ്മളിപ്പം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് സാധിക്കുന്ന ഒരു കാര്യമല്ല. അങ്ങനെ കൊടുത്താൽ അത് വളരെ ചിലപ്പോൾ അവനെ തെറ്റിലേക്ക്, അവന്റെ തെറ്റ് ഒന്നുകൂടി വർദ്ധിപ്പിക്കുവാൻ അത് കാരണമാണ്. ഒരു മദ്യപാനി മദ്യം ചോദിച്ചു വന്നാൽ അതിനുള്ള പണം നമുക്ക് കൊടുക്കാനായിട്ട് സാധ്യമല്ല. അല്ലെങ്കിൽ ഒരു ജഡീകന്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി കൊടുക്കുവാനായിട്ട് ഒരിക്കലും സാധ്യമല്ല. അപ്പോൾ പിന്നെ അവിടെ എന്താണ് എന്നോട് ചോദിക്കുന്ന ഏവനും കൊടുക്കാം? അതായത് ആവശ്യത്തിലിരിക്കുന്ന ഒരുവനെ, അവനെ നമ്മൾ സഹായിപ്പാനായിട്ട് മനസ്സുള്ളവരായിരിക്കണം. നമ്മുടെ കയ്യിൽ ധാരാളമുള്ളപ്പോൾ ഒരു ദരിദ്രനോട് അല്ലെങ്കിൽ അവന്റെ ആ കഷ്ടതയിൽ മനസ്സലിവ് കാണിപ്പാൻ കഴിയാത്ത ഒരു കഠിന ഹൃദയം വെച്ചുകൊണ്ട് നാം പോകുന്നുവെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹത്തിന് എപ്പോഴും ഒരു തടസ്സമായിരിക്കും എന്നത് തന്നെയാണ് കർത്താവ് അവിടെയും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മറ്റുള്ളവരെ സ്നേഹിപ്പാൻ യേശു കർത്താവ് നമ്മെ പഠിപ്പിച്ചു. അപ്പോൾ നമുക്കുള്ളത് ചിലത് ഷെയർ ചെയ്യേണ്ട സ്ഥാനങ്ങളിൽ അത് ഷെയർ ചെയ്ത് അതിന്റെ അനുഗ്രഹം പ്രാപിപ്പാനും നാം കടപ്പെട്ടവരാണ്. അതല്ലാതെ നാം മാത്രം അനുഗ്രഹം പ്രാപിക്കണം എന്നുള്ളതായ സ്വാർത്ഥ മനോഭാവമല്ല. കർത്താവ് കാണിച്ച മാതൃക പ്രകാരം മറ്റുള്ളവരെ സ്നേഹിച്ചും ആദരിച്ചും ബഹുമാനിച്ചും നാം മുൻപോട്ട് പോകേണ്ടത് ആവശ്യമെന്ന് ദൈവത്തിന്റെ തിരുവചനം എപ്പോഴും വെളിപ്പെടുത്തുന്നു. അതെ, ആ തിരുവചന അടിസ്ഥാനത്തിൽ നമുക്ക് മറ്റുള്ളവരെയും സ്നേഹിപ്പാനും കരുതുവാനും ഇടയായി തീരട്ടെ. എന്നെ അൻപോടു സ്നേഹിപ്പാൻ എന്താണ് എന്നിൽ കണ്ടത്? ചുറ്റിൽ കിടന്നതാമെന്നെ ആ പൊൻകാരം നീട്ടിപ്പിടിച്ചു. എന്നെ അൻപോടു സ്നേഹിപ്പാൻ എന്താണ് എന്നിൽ കണ്ടത്? ചുറ്റിൽ കിടന്നതാമെന്നെ ആ പൊൻകാരം നീട്ടിപ്പിടിച്ചു. ഇത്രമേൽ സ്നേഹിച്ചിടുവാൻ യോഗ്യത എന്നിൽ കണ്ടുവോ? ഇത്രമേൽ മാനിച്ചിടുവാൻ യോഗ്യത എന്നിൽ കണ്ടുവോ?
കണ്ടുവോ? തൂയരെ തൂയാവിയേ, തൂയരെ തൂയാവിയേ, വറ്റാത്ത ഉറവയെ, തേനീലും മധുരമേ, വറ്റാത്ത ഉറവയെ, തേനീലും മധുരമേ, എന്നെ അൻപോടു സ്നേഹിപ്പാൻ എന്താണ് എന്നിൽ കണ്ടത്?